ഇറാനെ ചാരമാക്കാൻ ഉറച്ചാണ് ഇസ്രായേൽ അനുനിമിഷം നീങ്ങുന്നത്. നീക്കങ്ങളിൽ US എപ്പോൾ എങ്ങനെ പങ്കുചേരുമെന്ന് മാത്രമേ ഇനി അറിയേണ്ടൂ. ഇസ്രായേൽ USനോട് ബങ്കബസ്റ്റർ ബോംബുകളിൽ ഏറ്റവും മാരകമായ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇറാനിൽ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ആണവായുധ ഊർജ്ജ സംഭരണികൾ തകർക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ബങ്കബസ്റ്റർ ബോംബറുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിവരം. ഇറാൻ ഫത്ത മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലിന്റെ ഈ ഒരു നീക്കം വരുന്നത്. ഇറാനിലെ ഫോഡോ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് ആണ് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ നിരവധി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിലും പർവ്വതത്തിനടിയിൽ ആഴത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഏത് വ്യോമാക്രമണങ്ങളെയും ചെറുക്കാൻ സാധിക്കുന്ന തരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഫോഡോ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് തകർക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 200 അടി ഉയരമുള്ള പാറ വരെ തുളയ്ക്കാൻ കഴിവുള്ള 14 ടൺ ഭാരമുള്ള മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർക്ക് മാത്രമേ ഇങ്ങനെ ഒരു നിർമ്മിതിയെ തകർക്കാൻ സാധിക്കൂ എന്ന് വിദഗ്ധർ പറയുന്നു. GBU-57A-B MOP എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ MOP US സൈന്യത്തിലെ ഏറ്റവും ശക്തമായ നോൺ ന്യൂക്ലിയർ ബങ്കബസ്റ്റർ ബോംബാണ്. 30,000 പൗണ്ട്, ഏകദേശം 14,000 കിലോഗ്രാം ഭാരമുള്ള ഒരു ഭീമൻ ബോംബാണിത്. MOPയിൽ 6,000 പൗണ്ട്, ഏകദേശം 2,400 കിലോഗ്രാം ഭാരമുള്ള ശക്തമായ ഉയർന്ന സ്ഫോടനാത്മക പേലോഡ് വഹിക്കുന്നു. സ്ഫോടനത്തിന് മുൻപ് 60 മീറ്റർ ആഴത്തിലേക്ക് പോകാനുള്ള കഴിവ് ഇവയ്ക്കുണ്ടെന്ന് കരുതപ്പെടുന്നു. പാറ, കോൺക്രീറ്റ് എന്നിവയിൽ തുളച്ചു കയറാൻ ബങ്കബസ്റ്റർ ബോംബിനാകും. ലക്ഷ്യസ്ഥാനത്ത് തുളച്ചു കയറി സെക്കൻഡുകൾക്ക് ശേഷം മാത്രമാകും ബോംബ് പൊട്ടുക.